A4-ലും കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു ക്യൂട്ട് ആയിട്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. ആക്ച്വലി ഞാൻ ഈ പേപ്പർ വാങ്ങിച്ചപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു എന്തായാലും ഈ ഫ്രെയിം ഉണ്ടാക്കണം. ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ്. വീഡിയോയിൽ കാണുന്ന മാതിരി പേപ്പർ എടുക്കുക, വരക്കുക, കട്ട് ചെയ്യുക. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഒരു റോ വിട്ടിട്ടാണ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ശ്രദ്ധിക്കാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഞാനിത് ആക്രാന്ത മൂത്ത് ഫസ്റ്റ് ചെയ്തപ്പോൾ ആ റോ വിടാണ്ടാണ് ചെയ്തത്. അവസാനം എനിക്ക് ഫ്രെയിം റെഡി ആയില്ല. പിന്നെ ഒരു സ്കെയിൽ എടുത്ത് ആ വരച്ചേക്കണ വരയൊക്കെ ഒന്ന് മടക്കി ഷാർപ്പൺ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഫെവിക്കോൾ എടുത്ത് അതിന്റെ അറ്റത്ത് തേച്ച് മടക്കി ഒട്ടിച്ചു കൊടുത്താൽ ഫ്രെയിം റെഡി. പക്ഷേ ഫ്രെയിം മാത്രം പോരല്ലോ, അതിന്റെ ഉള്ളിൽ വെക്കാനായിട്ട് 2 ലീവ്സും കൂടി ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്ന മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചേക്കണോണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. കട്ട് ചെയ്തെടുത്ത പേപ്പർ 2 മടക്കി ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അതിൽ കുറച്ച് കട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫ് റെഡി. ഞാൻ വലിയ കാര്യത്തിന് വിചാരിച്ചത് ലീഫ് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആവുന്നതാണ്. പക്ഷെ ലീഫ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വാഴല ലുക്ക് ആയിരുന്നു. അത് എന്റെ കണ്ണിന് മാത്രം തോന്നിയതാണോ എന്ന് അറിയില്ല. എനിവേസ് നമ്മൾ ആ ലുക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിട്ട് 2-3 ഫ്ലവേഴ്സ് ക്ലേ കൊണ്ട് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തു. ആൻഡ് നമ്മൾ ഉണ്ടാക്കിയത് എപ്പോഴത്തെയും പോലെ ഉണ്ട ഫ്ലവർ അല്ല, ഒരു റോസാപ്പൂ ആണ്. റോസാപ്പൂ ഒക്കെ പോലെ ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഫൈനൽ ഔട്ട്ലുക്ക് അടിപൊളിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോ സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട. എന്തായാലും ട്രൈ ചെയ്യാം.